ചേട്ടന് തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന്? പിന്നെ ഞാനാരോടും പറയാത്തതാ. ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ച് കൂടുതലാ. ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈയൊന്ന് പിടിച്ച് തിരിച്ചു നോക്കിയേ. അത് പിന്നെ ഞാനല്ലേ പറയുന്നത്. ചെല്ല്. NCC-ലും ഉണ്ടായിരുന്നു, സ്കൗട്ടിലും ഉണ്ടായിരുന്നു. അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം ചേട്ടാ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു. അല്ലാതെന്താ? എന്താ ഇത്? അല്പം മനുഷ്യത്വം വേണ്ടേ? ഒന്നും പറയണ്ട. അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് പോവാൻ. ചേട്ടന് വേദനിച്ചോ? ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പം കണ്ടല്ലോ, ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം. സമ്മതിച്ചു, നീ വലിയ സാമർത്ഥ്യക്കാരി തന്നെ. പക്ഷെ ഒന്നോർത്തോ, അല്പം കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും. ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി? 1-ാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഇനി ഉള്ള കാര്യം പറയാമല്ലോ. ഞാനൊരു കുടിയിറക്ക് ഭീഷണിയില്ല. കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്നാ ഓണർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? എന്റെ കൂടെ താമസിപ്പിക്കണോ? അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, അങ്ങോട്ട് പോന്നേരെ പെട്ടിയും കിടക്കിയിട്ട്. അവിടെ നല്ല 1-ാം തരം ചൂലുണ്ട്. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ നമുക്ക് കാണാം. കാണാം.